ഇരി ഇരി. സിംബ യെസ്. ഒന്നും ഇരിപ്പില്ല. പാനിപ്പൂരി മാത്രമല്ലാണ്ട് ഗുഡ് മോർണിംഗ് പറയണമെന്നുണ്ട്, പക്ഷെ 9 മണി ആയതുകൊണ്ട് പറയല്ലേ. സാരമില്ല, ഞാൻ വിചാരിച്ചു ഉറങ്ങട്ടെ. ക്ലാസ്സൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പാവൻ രാവിലെ 4 മണിക്ക് എണീക്കാനുള്ളതാണല്ലോ എന്നോർത്ത് മാത്രം. അതുപോലല്ല, കൊച്ചിന് ഉത്തരവാദിത്വം കൂടി. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എഴുതിട്ടില്ല. 4 മണിക്ക് എന്നാ തപ്പുന്നേ? മേളിലോട്ട് നോക്കുന്നു. ഞാൻ എപ്പോ ക്യാമറയായിട്ട് വന്നാലും ഓടി വരും എന്തോ തിന്നാനുള്ള സാധനം നമുക്ക്. ഇരി ഇരി ഇരി. ചേച്ചി, രാവിലെ പണി തീർക്കാൻ നമുക്ക് പോവണ്ടേ? റോക്കി റോക്കി സിംബ. റോക്കി വാ. നിനക്കോ? സ്ഥലമാ റീസർവേ. അപ്പൊ സ്ഥലത്തിന്റെ അളക്കാൻ വേണ്ടി. നിങ്ങളെ തുടങ്ങുന്നത് ഈ വഴിയുടെ അവിടെ നിന്നല്ലേ? അതെ അല്ലേ? ഈ ആ കോൺക്രീറ്റ് വഴി അവിടെ ഒരു കല്ലുണ്ട്. ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ അങ്ങോട്ട് പോയി. ലാസ്റ്റാണ്. പറഞ്ഞാൽ മതി നമ്മൾ അന്നേരം. അതെ പറയാം. GPS വഴിയാണോ? അപ്പോൾ അതാ സാറ്റലൈറ്റ് അല്ലേ?
ആ ഇതുപോലെ വരുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് മാത്രം വെച്ചാൽ മതി അപ്പം അല്ല നേരം രണ്ടിടത്ത് വെച്ച് ഇങ്ങനെ അളക്കണ്ടല്ലോ. അല്ല ഒരിടത്തുനിന്നേ അളവ് വേറെ 2 സ്ഥലത്ത്. ഇത് നമ്മുടെ എല്ലാ മൂലയിലും പിടിക്കണം. നമ്മളിപ്പോ ഈ വീടിന്റെ ഇപ്പം ആ മൂല ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഇവരുടെ വന്നു പിടിച്ചായിരുന്നല്ലോ. ആ കല്ല് ഞാൻ എടുത്തു, പിന്നെ ബാക്കിയുള്ള എടുത്താൽ മറ്റേ സാമാനം ഗ്രേഡ് അത് നിനക്ക് തന്നില്ല എന്നാഴ്ച, നീ അത് കളഞ്ഞോ? ഉണ്ടോ പോയിട്ട് വരാവേ. ഇത് ഇതുണ്ടോ എന്നാ ഓക്കെ. നീ ക്ഷീണിച്ചോ പോയി? ചെറിയാൻ ചേട്ടൻ ഈ പുള്ളി വീട്ടിൽ പോകത്തില്ല, അത് നീ സമ്മതിക്കല്ലേ? ഞാൻ ഓർത്ത് ഞാനും അതെ റോക്കി ഒരു ഉമ്മാരാ പിന്നെ ഇതിപ്പോ അതിന്റെ അകത്ത് ലിഫ്റ്റിക്ക് പറ്റും. എവിടെ പോവാന്ന് പറ, അറിയാമല്ലോ. മറ്റേ പ്ലസ് 1 പോയി കൊടുക്കാനായിട്ടാ. ഞാന് നാരായണയുടെ മാർക്കിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോവാ. അവളെ പഠിപ്പിച്ചൊക്കെ ശരിയാക്കി എടുക്കണ്ടേ. നമ്മുടെ റിസർവേ അല്ല, അപ്പുറത്തെ ആ ഫ്രണ്ടിലത്തെ പറമ്പുണ്ടല്ലോ അതിൻ്റെ റിസർവേക്ക് വന്നതാണ്. അപ്പോൾ അവരത് നമ്പർ ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം വരാമെന്നാണ് പറഞ്ഞത്. വരും. നമ്മളിവിടെ ഈ സ്ഥലം മേടിച്ച് കഴിഞ്ഞ് കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. റോഡൊക്കെ വന്നു. ഈ റോഡൊന്നും ഇല്ലാതെ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഈ റോഡിന് നടപ്പുവഴി 3 അടി വീതിയേ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് റോഡൊക്കെ ആയി. അപ്പം അതിൻ്റെതായ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം ഇനിയിപ്പം റിസർവ് ആകുമ്പോൾ ശരിയാവുമായിരിക്കും. ഇവിടെ ഇത് ക്യാമറക്കാരനല്ല, സ്ഥലത്തിൻ്റെ ഇത് നോക്കാൻ വന്നതാ. റീസർവേ എന്ന് പറയും. റീസർവേ സ്ഥലമൊക്കെ അളന്നാ പോയി വരുമായിരിക്കും ചിലപ്പോൾ. നാളെ മറ്റന്നാൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ വരാമെന്ന് പറഞ്ഞു. പേര് ഞാൻ ചോദിച്ചില്ല, നിനക്ക് ചോദിക്കാൻ പറയാമോ? ക്യാമറ അല്ലടി അത് സ്ഥലം അളക്കുന്ന സാധനമാണ്. സ്ഥലം അളക്കുന്നത് നമ്മുടെ സ്ഥലവും അപ്പുറത്തെ സ്ഥലവും അവിടെ ഇവിടെ എല്ലാം. അത് കുന്തിരിക്കം കത്തുന്നതാണ്. കുന്തിരിക്കം അത് ഒരു മരത്തിൻ്റെ കറയാണ്. അതിങ്ങനെ നമ്മൾ പോയിക്കാൻ വേണ്ടി എടുക്കും. പോയിക്കുന്നുണ്ടോ ഇതിനകത്ത് കിടക്കുന്നുണ്ടോ? പിന്നെ എന്നാ മേടിച്ചേ? വെള്ളമോ? എടുക്കോ നീ എന്തിനാ അത് വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നേ? ഭക്ഷണം കഴിക്കുമോ? മിണ്ടായിരുന്നു കഴിയടി. എന്നാ കറി? ഉപ്മാ പറയുന്ന വെറുതെ മുട്ട പൊരിച്ചു കൊടുത്തു, ഒന്നുമില്ല. മൂടി കെട്ടിയിട്ടുണ്ട്. ഒരു മഴയ്ക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പഴുത്ത കാന്താരി പറിച്ച് കളയണം. പറിച്ചിങ്ങനെ ഇടും ഞാനിവിടെ പറമ്പിലൊക്കെ. അവിടെ ഇവിടെ കിടന്ന് കിളുക്കും. ചില ഒരു 10 ഇട്ടെങ്കിലേ ഒരെണ്ണം കിളുക്കത്തുള്ളൂ. എന്നാലും ചുമ്മാ പറിച്ച് അങ്ങോട്ടൊക്കെ ഇട്ടത്. ജയമൊക്കെ തിന്നാ, നിനക്ക് വേണമെന്ന് തന്നു. ഉണങ്ങിയോ? അയ്യോ പരാവാ കേറിപ്പോ പരണ്ട് വാ. ഇവിടെ കയറിപ്പോ. തുണി എടുത്തില്ല. തുണിയൊന്നും എടുത്തില്ല, നോക്കട്ടെ.
മഴ തുടങ്ങി. ഒന്നുപോലെ തന്നെ അങ്ങ് പോയല്ലോ. നല്ല മഴയാ. എന്നാ പറ്റിയിട്ട് എന്നാ പറ്റി? അതിനകത്തിന് എടി അത് കടിച്ച് കടിച്ച് നീ അങ്ങനെ ആക്കിയല്ലേടി. അത് പോവല്ല, അത് കൂടിക്കോളും വേദന കേട്ടോ. ആ ഇല്ല, കടി നിർത്താം ആദ്യം. മഴയെല്ലാം മാറി. കണ്ടോ കാണിച്ചു വെച്ചേക്കുന്നേ, കടിച്ച് കടിച്ച് ചുണ്ട് വീർപ്പിച്ച് വെച്ചേക്കുന്നു. ആ കടിച്ചോ, നല്ല കുറച്ച് കഴിയുമ്പോൾ പൊട്ടിക്കോളും. ഒരു വേദന എടുക്കും, തിന്നാനും പറ്റത്തില്ല എനിക്ക്. ഏത് അടങ്ങിയേരിയടി. ജയൊന്നും വന്നില്ലല്ലോ. പോരുവോ എടി? ചുണ്ടെന്ന് പറഞ്ഞേ. പോകത്തില്ലടി, അടങ്ങിയിരിക്കണോടി. കടിച്ചാ കൂടി കൂടി വരുവേ. ആ വരുന്ന അവിടെ ഇരിക്കാൻ പോരാ. കോഴീനെ കയറ്റട്ടെ. വരുന്നടി. വരുന്നടി. അവർ വരുന്നുണ്ടായിരിക്കും, ഇത്ര നേരമായില്ലേ. വരട്ടേ. ചെമ്പി എന്തി? നിന്നോട് ഞാൻ ചുണ്ട് കടിക്കല് എത്ര പ്രാവശ്യം പറഞ്ഞു? ആ വിളിക്കാം. പൊക്കെ പൊക്കെ ഇവിടെ വരുന്നുണ്ടെന്നാ. നോക്കട്ടെ വരുന്നുണ്ടോ. ഓ ഇല്ല, വരുന്നില്ല. വരുന്നില്ല കണ്ടോ. ഇവിടെ പോവാ. നോ ആ വരുമ്പോൾ വരട്ടെ, നമുക്ക് കയറിപ്പോവാം. മുണ്ടക്കയത്ത് എത്തിയിട്ടുണ്ട്. ആ മുണ്ടക്കയത്ത് ഉണ്ട്. വരുമോ എത്ര നേരമായെന്ന് അറിയാം. ഇപ്പോൾ സമയം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും തുണി എടുക്കാൻ കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ എടുക്കാൻ ഇരുട്ടാ, ഒന്നും കാണത്തില്ല. പിന്നെ എടുക്കുന്ന എന്നാ കുറ്റാ കൂരിട്ടിട്ട് കയറി വന്നിട്ട് അങ്ങോട്ടങ്ങോട്ട് പോവാ.
എന്നേലും പരിപാടിക്ക് പോയാൽ തീറ്റയില്ല കുടിയൊന്നുമില്ല, കടയിൽ കയറി അങ്ങ് ഇരിക്കുക മണിക്കൂറുകളോളം. പോയൊക്കെ ശരിയായോ ഇവളെ? അവിടെ എല്ലാ കാര്യവും ശരിയായിരുന്നു. കൊടുത്തല്ല ഏത് സ്കൂളിലൊക്കെ വെച്ചേ? മർഫി സ്കൂള് ഫസ്റ്റ്, രണ്ടാമത് സെക്കൻഡ് സെന്റ് തോമസ് സ്കൂള്, തേർഡ് മുരിക്കൻ വയൽ സ്കൂള്. ഇതൊക്കെ പിന്നെ പറയാം. എന്നാ പറഞ്ഞേ? എന്നാപ്പാ വഴക്ക് പറഞ്ഞോ? ചൂണ്ട് എങ്ങനെ മുറിഞ്ഞടി എന്റെ കൊച്ചിന്? വീർത്തിരിക്കുന്നു. ചുമ്മാ കടിച്ചായിരുന്നു. ആഹാ, ഇത് ഞങ്ങളോട് മുറിച്ച പോലെയാണല്ലോ ഞങ്ങൾ പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഇതാ വെച്ചേക്കുന്നേ, കമ്പ്യൂട്ടർ സയൻസ് ആണ് വെച്ചേക്കുന്നേ. സെക്കൻഡ് കൊമേഴ്സ്. മറ്റേ സ്കൂളിലൊന്നും കമ്പ്യൂട്ടർ സയൻസ് ഇല്ല. സ്കൂളിൽ ഇതുണ്ട്, അല്ല സെൻട്രൽ സ്കൂളുണ്ട്, കാഞ്ഞിരപ്പള്ളിയുണ്ട്. ഇത് അവൾക്ക് മേടിച്ചിട്ടുണ്ട്. അല്ല എല്ലാം അതുകൊണ്ടൊന്നും ഇല്ല, എല്ലാം ഉണ്ട്. ഇനിയിപ്പോ അളവ് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോ എന്തായാലും ഇനി മാറ്റണം, ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയ വരുമ്പോ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ് ചേഞ്ച് ചെയ്യാം. അവളുടെ ഡ്രസ്സുകളായി ഇവിടെ ഇരുന്ന് എടുത്തിട്ട് ഒരു കാര്യമില്ല, ഇരുട്ടാ കുട്ടാക്കി വിട്ടിട്ട് എന്നിട്ട് പോകും. നാരായണിക്ക് ഡ്രസ്സ് മേടിക്കാൻ പറഞ്ഞാൽ മേടിച്ചോ? നാരായണിക്ക് ഡ്രസ്സ് പറഞ്ഞത് മേടിച്ചു. നാരായണിക്ക് ഇഷ്ടത്തിന് ഏത് ഇഷ്ടമാണോ അതിന്റെ ഇഷ്ടം അനുസരിച്ചുള്ളത് മേടിച്ചിട്ടുണ്ട്. കളക്ഷൻ ഉണ്ടടി, പക്ഷെ ഇവക്കൊന്നും സുഖിക്കത്തില്ല, മനസ്സിലായോ? പിന്നെ ഉള്ളത് പൂവുണ്ട്, കല്ലൊക്കെ വെച്ചതൊക്കെ. ഗൂഗിൾ ലൈറ്റ് ഓൺ. എന്തൊക്കെയാ ഇത്ര മേടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത്ര നേരം കളഞ്ഞേ? ചുമ്മാ ഡിസ്പ്ലേ കാണുമ്പോ ഷർട്ടിങ് എടുത്ത് കേട്ടോ വായിക്കുന്നു പറഞ്ഞോണ്ടല്ല പോന്നെ. ഇവിടുന്ന് പോയപ്പോ തന്നെ 3 മണി കഴിഞ്ഞു ഞങ്ങള്. കണ്ടല്ലോ 3 ഞാൻ സമയം നോക്കിയാ പള്ളിയിലെത്തിയോ 4 മണി. ഇപ്പൊ സമയം എന്നാന്നറിയോ? ഇപ്പൊ എന്നാന്നറിയോ? 7 മണി. 6:45. എവിടെയാ പോയത്? കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി പോയോ? നീ പിന്നെ ഇവിടെ എടുക്കാൻ പോവാ? SMB എടുത്തത്. ഇവക്ക് വേറെ നാട്ടൊക്കെ മേടിക്കാൻ ഒന്നും മേടിച്ചില്ലേ? എല്ലാം എടുത്തു. എന്ത് എന്നിട്ട് അതും കാണിക്കണോ? ഇത് പിന്നെ അവർക്ക് ജീൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ജീൻസ് ഇട്ടായിരുന്നു. ജീൻസ് പിന്നെ ഇത് അത് ഷാമ്പൂക്കോ? അവർക്ക് ബാക്കിയൊക്കെ വന്ന് അടുത്ത് നോക്കട്ടെ. ഇവക്ക് തിരിച്ചിട്ട് നോക്കട്ടെ. അങ്ങനല്ല. ഓ കാത് പോയി. കാത് പോയല്ലേ? എന്നത്തെ ഇതെടുക്കാൻ പോയത്? ഇത് വാഷിംഗ് മെഷീൻ ഇടാൻ പറ്റത്തില്ല. ഇത് നീ അലക്കത്തുമില്ല, അപ്പൊ എന്നാ ഒരു പ്രാവശ്യം ഇട്ടിട്ട് കളയോ? ഇവക്കുള്ളൂ കൊച്ചിനാന്ന് പറഞ്ഞ കൊച്ചു ആശിക്കും കേട്ടോ. ചേച്ചി പെണ്ണിന്റെ ആണേ. ഇങ്ങോട്ട് നോക്ക്. ഇത് അയ്യേ, നീ ഇത്ര ഉള്ളോ? വലിച്ചതാക്കരുത്. പിന്നെ ഇത് എന്റെ കൊച്ചിനെ എല്ലാം അടിച്ചത്. നീ കടിച്ചതാണോടി ഇത് കൊച്ചിനെ? ഞാനല്ല അടിച്ച. നിന്റെ സാധനങ്ങൾ എടുത്ത് വെക്ക്. ഇട്ട് കൊടുത്തേക്കട്ടെ, ഞാൻ വിട്ടു തരാം. ചേച്ചിയുടെ ആണേ. അവൾ ആശിക്കും. വലിക്കാൻ പാടില്ല, വലിക്കാനാണ്. അവളെ നമുക്ക് വേണ്ട, ഞാൻ കൊടുത്തേക്കാം. അവന് വേറെ മേടിക്കാം. കൈയൊക്കെ കൊച്ചിനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരെണ്ണ സാധനം. അയ്യോ എനിക്ക് വയ്യ. വലിക്കല്ലേ? അത് വലിക്കാത്തില്ല.
ഇവ എന്റെ കൊച്ചിനാ നല്ലാണ്ട് ചേരുന്നത്. ജീൻസ് അവനെ കൊണ്ട് തരത്തില്ല. ചേച്ചി കുടിക്കാൻ പോണോ? ഡ്രസ് കുടിച്ച് ഇല്ല, അത് ഞാൻ പിന്നെ ഇടാം. അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോ ഇടുന്നു. ബാക്കി 3 വീതം മേടിച്ചു.